എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന ബിരിയാണി മസാലയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള അളവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുമല്ല, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങിയ ആൾക്കാർക്കും ഇതുപോലെ ചെയ്ത് വിൽപ്പനയ്ക്കും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ? വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓരോ മസാലകളും പാനിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. 40 ഗ്രാം അളവില് കറുവപ്പട്ട, 30 ഗ്രാം അളവില് ഏലക്ക, 20 ഗ്രാം അളവില് തക്കോലം, ഇനി 20 ഗ്രാം അളവില് പെരിഞ്ചീരകം, 10 ഗ്രാം അളവില് കറുവപ്പട്ട. ഇനി നമുക്ക് കുറച്ചും കൂടെ മസാലകൾ എടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ചൂടായ പാനിലേക്ക് ഇത്രയും മസാലകൾ ആദ്യമേ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ജാതിക്ക ചേർക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. 5 ഗ്രാം അളവില് ജാതിപ്പൂവ്, 50 ഗ്രാം അളവില് കുരുമുളക്, ഇനി വേണ്ടത് 7 ഗ്രാം അളവില് കറുവപ്പട്ട, ബേ ലീഫ്. ഈ ഒരു ഇല എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കീറിയതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഞാനിത് പച്ചില ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. പച്ചിലയൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണെങ്കിൽ അത് നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ. തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കരുത് കേട്ടോ. വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്താൽ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ഇനി വേണ്ടത് 50 ഗ്രാം അളവിൽ മല്ലിയാണ്. മല്ലിയും നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് ഈ മല്ലിയുടെ അളവ് ഒരു 100 ഗ്രാം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 50 ഗ്രാം അളവിൽ മാത്രമാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ ഇതുപോലെ 2 രമ്പയില, അതുപോലെ ബിരിയാണി കൈതോല, അങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടും. നിങ്ങൾക്കിത് നിങ്ങളുടെ അടുത്ത് നഴ്സറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അധികം പൈസയൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു രമ്പയില ഉണ്ടെങ്കിൽ 2 തണ്ട് ഇല ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു ഇല ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് കിട്ടുക. കൽപ്പാസിയാണ്. കൽപ്പാസി ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിവിടെ ഒരു 7 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് കേട്ടോ ഒരു ഇല ഉണക്കിയതുപോലെയാണ് ഇരിക്കുന്നത്. മട്ടനൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവറില്ലേ, അതുപോലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലകൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലകൾ കരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. ചെറിയ തീയിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള മെഷർമെൻ്റൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാകും കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മെമ്പേഴ്സൊക്കെ കുറവുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മസാലകളുടെ കുറച്ചളവിൽ ചെയ്തു വെച്ചാൽ മതി കേട്ടോ. കാരണം ഇത്രയും മസാലകളുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വിദേശത്തേക്കൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ചെയ്തു വെച്ചോളൂ കേട്ടോ. ഇനി ചെറിയ തീയിൽ വെച്ച് നമുക്കിത് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉണക്കമുളക് ചേർക്കുന്നില്ല. കാരണം ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു യെല്ലോ കളറിൽ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ പിന്നെ നമ്മൾ ആ മുളക് പൊടി ചേർക്കുമ്പോൾ ആ ഒരു കളറ് മാറി വരൂലേ, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ മുളക് ചേർക്കാത്തത്. നിങ്ങൾക്കിപ്പോൾ മുളക് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ, മുളക് ആവശ്യമാണെങ്കിൽ ഒരു 100 ഗ്രാം അളവിൽ വറ്റൽമുളക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ പട്ട വാങ്ങുമ്പോൾ നിങ്ങൾ ചുരുൾപ്പട്ട എന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ചുരുൾപ്പട്ട വാങ്ങുന്നതാണ് നല്ലത്. മസാലക്ക് കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടുന്നതാണ്. അതുപോലെ ഗ്രാമ്പൂ എടുക്കുമ്പോൾ നല്ല മുട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടോ. ഗ്രാമ്പൂ എടുക്കുമ്പോൾ അതിൻ്റെ ആ മുട്ട അടർന്ന് പോയത് എടുക്കരുത്. നല്ല മുട്ടോടുകൂടി തന്നെ ഉള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കണേ. പിന്നെ പെരിഞ്ചീരകമൊക്കെ വാങ്ങിക്കുമ്പോൾ പൂപ്പൽ വരാത്ത പെരിഞ്ചീരകം ഉപയോഗിക്കണം. പൂപ്പൽ വന്നിട്ടുള്ള പെരിഞ്ചീരകം എടുക്കുവാണെങ്കിൽ നമ്മുടെ മസാലപ്പൊടി കയ്പായി പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 5 ഗ്രാം അളവിൽ സജീരകം കൂടെ ചേർക്കുന്നുണ്ട്. സജീരകം എന്ന് പറയുന്നത് ഇത്രയും കറുപ്പായിട്ടുള്ള ഒരു ചെറിയ ജീരകമാണ് കേട്ടോ. വളരെ കറുപ്പല്ല, ഒരു ഡാർക്ക് മെറൂൺ കളറാണേ. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലകളൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർക്കുവാണെങ്കിൽ പിന്നെ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റിൽ ചോദിക്കും, ചേച്ചി ബിരിയാണി മസാല ചേർത്താൽ വീണ്ടും ഗരം മസാല ചേർക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ചേർക്കുവാണെങ്കിൽ
പിന്നെ നമുക്ക് ഗരം മസാലയുടെ ആവശ്യമില്ല കേട്ടോ. കുറച്ചും കൂടെ കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പച്ചമുളകും ചേർക്കാം. വേറെ മസാലകളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ അളവിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കരുത്, ഗ്രേവിക്ക് ടേസ്റ്റ് കുറവായി പോവും കൂടുതൽ അളവിൽ മല്ലിപ്പൊടി ചേർത്താൽ. ഈ ഒരു പൊടി ഇപ്പോൾ 1 കിലോ ചിക്കനാണ് എടുക്കണമെങ്കിൽ 2 സ്പൂൺ അളവിലാണ് ബിരിയാണി മസാല ചേർക്കേണ്ടത്. സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 ഗ്രാമാണേ. മസാലകൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് മസാലകൾക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടില്ല. നമ്മൾ പുറത്തൊക്കെ വെച്ച് അടച്ച് സൂക്ഷിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് സ്പൂൺ തുറന്ന് ആ സ്പൂൺ നനവുള്ളതാണെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഈ മസാലകൾ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഇലകൾ ചേർത്തിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഒന്ന് കഴുകി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പൊടിച്ചുകൂടി എടുക്കാം കേട്ടോ. മസാലകൾ നല്ലതുപോലെ മൂപ്പായി വരുമ്പോഴേക്കും ചട്ടിയിൽ നിന്ന് നല്ല ആവി പുറത്തേക്ക് വരും. അതാണ് കേട്ടോ കറക്റ്റായിട്ട് മസാലകൾ മൂത്തു എന്നറിയുന്നത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. നമുക്കിത് തണുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മിക്സി നല്ല പോലെ ഉണക്കിയെടുത്തിട്ടുള്ളതായിരിക്കണം. ഒത്തിരി പോലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. ഇത് നമുക്ക് നല്ല ഉണങ്ങി വന്നിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള മസാലകൾ വാരിയിട്ട് കൊടുക്കാം. മസാലകൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കശകശ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരു പൊടി 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 പോലെ കടുകിനേക്കാളും വളരെ ചെറിയതായിട്ടുള്ള ചെറിയ സീഡാണ് കേട്ടോ. കസ്കസ് അല്ല, അത് ബിരിയാണി മസാലയിലേക്ക് ചേർക്കുന്ന ഒന്നാണ്. കാറ്ററിംഗുകാർ അത് ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് ചേർക്കുന്ന ഒന്നാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങണേ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് ആ സംഭവം കാണുന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോപ്പി സീഡിൻ്റെ അളവും കൂടെ നിങ്ങളെ കാണിച്ചു തന്നാനേ. അതൊരു 10 ഗ്രാം അളവിൽ ചേർക്കണം കേട്ടോ. മസാലകൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മസാല ഞാനിവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച പൊടി ഇതേ ബൗളിലേക്ക് തന്നെ മാറ്റാം. നമ്മുടെ പൊടി ഇവിടെ ഒരു 300 ഗ്രാം അളവിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇതാണ് കേട്ടോ കാറ്ററിംഗുകാർ ബിരിയാണിയിൽ ചേർക്കുന്ന മസാല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ബിരിയാണി മസാലയൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് മസാലകളെല്ലാം വാങ്ങി കഴുകി വെയിലത്തിട്ട് ഉണക്കി ഇതുപോലെ ഒന്ന് പൊടിച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾ ഈ ഒരു മസാല തയ്യാറാക്കി വീട്ടിൽ വെച്ച് ബിരിയാണിയിലൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെയും വീണ്ടും കാണാം.